ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 49.4 ഓവറിൽ 241 റൺസിന് പുറത്തായി. മറുപടിക്കിറങ്ങിയ ഇന്ത്യ 42.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. 111 റൺസ് നേരിട്ട് 100 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ ഹീറോ. ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറിയോടുകൂടെ തിളങ്ങി. 8ാം തവണയും പാകിസ്ഥാനെതിരെ 50+ സ്കോർ നേടി ഇന്ത്യയുടെ നട്ടലായി മാറാൻ കോഹ്ലിക്ക് സാധിച്ചു. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മടങ്ങിയതിനു ശേഷം അടിത്തറ പാകുന്ന ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ കോഹ്ലിക്കായി. പാകിസ്ഥാന്റെ പ്രതീക്ഷകൾ തകർത്ത് മത്സരത്തിന്റെ ഗതി മാറ്റിയ ബാറ്റിംഗ് പ്രകടനമാണ് കോഹ്ലി കാഴ്ചവെച്ചത്. എന്നാൽ കോഹ്ലിയെ നേരത്തെ പുറത്താക്കാനുള്ള സുവർണാവസരം പാകിസ്ഥാനിന് ലഭിച്ചതാണ്. എന്നാൽ പാക് താരങ്ങളുടെ വലിയ മണ്ടത്തരമാണ് കോഹ്ലിക്ക് ലൈഫ് ലൈനും വലിയ സ്കോറിലേക്ക് എത്താൻ കാരണമായത്. അബ്രാർ അഹമ്മദ് എറിഞ്ഞ് 22ാം ഓവറിലാണ് പാകിസ്ഥാന് തലവര മാറ്റുന്ന പിഴവ് സംഭവിച്ചത്. ശ്രേയസ് അയ്യറിന്റെ അബ്രാവിന്റെ പന്ത് ലോങ് ഓണിലേക്ക് തട്ടി സിംഗിൾ എടുത്തു. സ്ട്രൈക്കിലേക്ക് ഓടിയെത്തിയ കോഹ്ലി ക്രീസിലേക്ക് ഓടിയെത്തുന്നതിനിടെ ഫീൽഡറുടെ ത്രോ കൈകൊണ്ട് പിടിക്കുകയായിരുന്നു. കോഹ്ലി പന്ത് കൈക്കുള്ളിലാക്കിയെങ്കിലും കൈകൊണ്ട് പിടിച്ച് നിലത്തിടുകയായിരുന്നു. കോഹ്ലി റൺ പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ സംഭവം ചെയ്തത്. നിയമപ്രകാരം ഫീൽഡറുടെ ത്രോ ബാറ്റ്സ്മാൻ കൈകൊണ്ട് പിടിക്കാനാകില്ല. ഇത് ഫീൽഡ് തടസ്സപ്പെടുത്തുന്നതിനാണ് കണക്കാക്കുക. ആ ത്രോ സ്റ്റമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കോഹ്ലി ക്രീസിലേക്ക് എത്തിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ കോഹ്ലി പന്ത് കൈകൊണ്ട് പിടിച്ചത് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ താരങ്ങൾ അപ്പീൽ ചെയ്തിരുന്നെങ്കിൽ അമ്പയർ ഇത് ഔട്ട് വിളിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം കോഹ്ലി പന്ത് കൈകൊണ്ട് പിടിക്കുന്നത് കൃത്യമായി എല്ലാവരും കണ്ടതാണ്. എന്നാൽ പാകിസ്ഥാൻ നായകൻ അപ്പീൽ ചെയ്യാൻ തയ്യാറായില്ല. ബാബർ അസം ഇത് കണ്ടെങ്കിലും ആരും അപ്പീൽ ഉന്നയിച്ചില്ല. അതുകൊണ്ട് തന്നെ ആരും അപ്പീൽ ചെയ്യാൻ തയ്യാറായില്ല. അത് അപ്പീൽ ചെയ്തിരുന്നുവെങ്കിൽ കോഹ്ലിയുടെ വിക്കറ്റ് നേടാനും മത്സരഫലത്തെ മാറ്റിയെടുക്കാനും അത് സാധിക്കുമായിരുന്നു. കോഹ്ലി പാകിസ്ഥാനെ സഹായിക്കുന്ന തരത്തിൽ പന്ത് കൈകൊണ്ട് പിടിക്കുകയാണ് ചെയ്തത്. ബാക്കപ്പായി നിൽക്കുന്ന ബാബർ അസമിലേക്ക് എത്തേണ്ട പന്തിനെയാണ് കോഹ്ലി കൈകൊണ്ട് പിടിച്ച് തടുത്തത്. ഈ പന്ത് ചിലപ്പോൾ ബാബറുടെ കയ്യിൽ നിന്നും വഴുതി പോയിരുന്നെങ്കിൽ ഇന്ത്യ എക്സ്ട്രാ റൺ നേടാനുള്ള അവസരം കൂടിയായിരുന്നത്. എന്നാൽ കോഹ്ലി ഇതൊന്നും പരിഗണിക്കാതെ യാദർശികമായി പന്ത് കൈകൊണ്ട് പിടിക്കുകയായിരുന്നു. ഈ സമയത്ത് കമന്ററി ബോക്സിൽ സുനിൽ ഗവാസ്കർ ഉണ്ടായിരുന്നു. അദ്ദേഹം കോഹ്ലിക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കോഹ്ലി പന്ത് കൈകൊണ്ട് പിടിച്ച് അപ്പീൽ ചെയ്തിരുന്നെങ്കിൽ അമ്പയർ ഔട്ട് വിളിക്കുമായിരുന്നുവെന്നും ഇത് ഫീൽഡ് തടസ്സപ്പെടുത്തുന്ന നീക്കമാണെന്ന് ഗവാസ്കർ പറഞ്ഞു. എന്നാൽ പാക് താരങ്ങൾ എന്തുകൊണ്ട് അപ്പീൽ ചെയ്തില്ല എന്നുള്ളതും മത്സരഫലത്തെ മാറ്റിമറിക്കുന്ന പ്രധാന ഘടകമായി. വിരാട് കോഹ്ലി പാകിസ്ഥാനെതിരെ ഗംഭീര റെക്കോർഡുണ്ട്. ഇത് വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനം നേടാൻ കോഹ്ലിക്ക് സാധിച്ചു. സെഞ്ചുറിയുടെ കൂടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും അതിശക്തമായ ഫോം തെളിയിക്കാനും കോഹ്ലിക്ക് സാധിച്ചത് ഇന്ത്യക്കും ആശ്വാസം പകരുന്നവയാണ്.